5 വർഷം ഞാൻ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. 5 വർഷമായിട്ട്. എനിക്ക് ഓക്കെ. ലോങ് സൈറ്റ് ഭയങ്കര പ്രയാസമാണ്. ഉം. ഇടക്കിടക്ക് കുറച്ച് മുമ്പ് എനിക്ക് ഞാന് ബേസിക്കലി ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. ഉം. അപ്പൊ എനിക്ക് ഈ മറ്റേ സിസ്റ്റൊക്കെ കൂടുതൽ യൂസ് ചെയ്യുമ്പോ തന്നെ ഒരു തുടിപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യും. ഓക്കെ. പിന്നെ കുറച്ച് മുമ്പ് എനിക്ക് ഡബിൾ വിഷൻ വന്നിനി. ഉം. കണ്ണിങ്ങനെ തുള്ളുന്നതിന് കൂടുതൽ കാണുന്നതൊക്കെ രണ്ടെണ്ണമായിട്ട് കാണുന്നു. ഉം. അതൊക്കെ ഞാൻ കോൺട്രസ്റ്റിൽ പോയി അവര് ചെക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് നിലവിൽ കേട് കംപ്ലൈന്റ് ആയിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞത്. ഉം. ഇപ്പോഴും പ്രയാസം എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ചു നേരം കൊണ്ട് കണ്ണട മാറ്റി കഴിഞ്ഞാല് കംപ്ലീറ്റ് ബ്ലറാണ്. ഉം. അതായത് നൈറ്റില് കൂടുതൽ വണ്ടി ഇങ്ങോട്ട് ക്രോസിന് ലൈറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു നൈറ്റ് ബ്ലൈൻഡ് ഫീൽ ചെയ്യും, ബ്ലർ ഫീൽ ചെയ്യും. ഉം. ഓക്കെ. ചെക്കും കാര്യങ്ങളൊക്കെ അളവിനും കാര്യങ്ങളും മെഷർമെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തത്. ഉം. ഓക്കെ. പിന്നീടുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാല് പിന്നെ ഇപ്പൊ ഈ നൈറ്റിലൊക്കെ എനിക്ക് നല്ല ഇപ്പൊ കളിക്കാൻ പോയാലും നൈറ്റിലൊക്കെ ഞാൻ ഫുട്ബോളൊക്കെ കളിക്കാൻ ടർഫിലൊക്കെ കൂട്ടുകാരൊക്കെ കൂടെ പോയി കഴിഞ്ഞാല് കളി വരെ ഒഴിവാക്കും. കാരണം ഒന്നും കാണൂല, ബോളായാലും ഒക്കെ ബ്ലറായിട്ട് കാണും. ഉം. കുറച്ച് ദൂരം അങ്ങോട്ട് ഇപ്പൊ പള്ളിയിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഒരു 5ാമത്തെ സ്റ്റെപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ 1ാമത്തെ സ്റ്റെപ്പിൽ ഇരിക്കുന്ന ആള് പിന്നെയാണോ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കുന്നത് പോലും കാണുന്നില്ല. കണ്ണട എടുത്തു കഴിഞ്ഞാൽ അല്ലേ? കണ്ണട എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ. ഓക്കെ. അപ്പൊ അത് പിന്നീട് ഇഷ്യൂലേക്ക് മാറുമോ എന്നുള്ളത് എനി ഡൗട്ട്. ശരി നോ ശരി. പ്രോബ്ലം. ഓക്കെ. നിങ്ങളുടെ പ്രായം? എന്റെ പ്രായം 31. ഇപ്പോഴത്തെ കണ്ണടയുടെ പവർ എത്രയെന്ന് ഓർമ്മയുണ്ടോ? 0.7. 0.7. അതിൻ്റെ കൂടെ അപ്പുറത്തൊരു 0 മുതൽ 180 വരെയുള്ള എന്തെങ്കിലും അക്കങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു 0 എഴുതിയിട്ടുണ്ടോ? 10 ഡിഗ്രി 20 ഡിഗ്രി. ഞാൻ നോക്കേണ്ടി വരും. ഓക്കെ ശരി. ആ 0.7 മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ്. രണ്ട് കണ്ണും സെയിം ആണോ? അല്ലല്ല, നല്ല ഡിഫറൻറ്റ് ഉണ്ട്. മറ്റേ കണ്ണോ? ഒരു കണ്ണ് 0.7 ഒരു കണ്ണ് 0.5 ആവാണ്. കുഴപ്പമില്ല. അപ്പോൾ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ശരി. അപ്പോൾ ചെറിയ കാഴ്ച തകരാറേ ഉള്ളൂ. ഓക്കെ. അതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ബേജാറാവേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടത്. കാരണം അത്ര വിശദമായിട്ട് നിങ്ങളെ കോംപ്റ്റസിൽ നിന്ന് എല്ലാ ഉപകരണങ്ങളും വെച്ച് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു വിഷയം എന്താ വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശ്വാസം മുട്ടുള്ളതാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടുണ്ടാവില്ല. നേരെ വെച്ചാൽ ഒരു കയറ്റം കയറണമെങ്കിൽ അവർക്ക് ശ്വാസം മുട്ട് നല്ല പ്രയാസമായിട്ടുണ്ടാവും. സ്ഥിരം ആൾ കയറ്റം കയറുന്ന അല്ലെങ്കിൽ ശാരീരിക അധ്വാനമുള്ള ആളാണെങ്കിൽ ആൾക്ക് എന്നും ശ്വാസം മുട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെറിയ കാഴ്ച തകരാറുള്ള ആളുകൾക്ക് അവർ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഈ സ്ക്രീൻ യൂസ് കുറവാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് അവർ മുന്നോട്ട് പോകും. സ്ക്രീൻ യൂസ് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല സ്ട്രെയിനുള്ള കാര്യമാണ്. അത് സ്ക്രീനിൻ്റെ സൈസ് കുറയും തോറും കണ്ണിൻ്റെ സ്ട്രെയിൻ കൂടും. അപ്പോൾ നിങ്ങൾ സിസ്റ്റം നോക്കുക, ജോലി ഗ്രാഫിക് ഡിസൈനറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിസ്റ്റം നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു കാലിന് നോർമൽ കാലുള്ള ആൾ ഫുട്ബോൾ കളിക്കുന്നതും കാല് പൊട്ടിയിട്ട് അതിന് എല്ലിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ ആൾ ഫുട്ബോൾ കളിക്കുന്ന വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാഴ്ച തകരാറുണ്ട്, അതിൻ്റെ ഒരു കുറവുടെ ഉണ്ടാവും. അപ്പോൾ അതിന് കണ്ണട ഫുൾ ടൈം വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാനുള്ളത്. രണ്ടാമത് സിസ്റ്റം നോക്കുന്ന സമയത്ത് കണ്ണട ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനുള്ള കണ്ണട വാങ്ങി വെക്കുക. മറ്റൊന്ന് സ്ക്രീനിൻ്റെ സമയം പരമാവധി കുറക്കുക. എത്രമാത്രം സ്ക്രീൻ കുറക്കാൻ കഴിയുമോ അത്രയും കുറക്കുക. പിന്നെ സ്ക്രീനിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടുക, അഥവാ സ്ക്രീൻ പരമാവധി വിട്ട് വെക്കുക. ലാപ്ടോപ്പ് ആണെങ്കിൽ എക്സ്റ്റേണൽ കീബോർഡ് യൂസ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ കീബോർഡ് ശരീരത്തിന് അടുത്ത് വെക്കുക, സ്ക്രീന് മാക്സിമം വിട്ട് വെക്കുക. പിന്നെ സ്ക്രീനിൻ്റെ ഇല്യൂമിനേഷൻ കുറച്ച് കുറക്കുക. ഫുള്ള് കുറക്കാൻ പാടില്ല, ഭയങ്കര ബ്രൈറ്റിൽ ഇടാൻ പാടില്ല, കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുക. പുറത്ത് നല്ല വെളിച്ചം ഉണ്ടാവുക. പുറത്തുനിന്നുള്ള വെളിച്ചം ഒന്നുകിൽ മുകളിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നോ വരണം, ഫ്രണ്ടിൽ നിന്നോ ബാക്കിൽ നിന്നോ വരാൻ പാടില്ല. പിന്നെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊണ്ടിരിക്കുക, ബ്ലിങ്ക് ചെയ്യുക. നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാത്തൊരു പണിയാണത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സിസ്റ്റത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 സെക്കൻഡ് ദൂരേക്ക് നോക്കിയിട്ട് കണ്ണ് വെട്ടിക്കൊണ്ട് 10 പ്രാവശ്യം കണ്ണ് വെട്ടുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ ജോലി കഴിഞ്ഞാൽ പിന്നീടുള്ള സമയം സോഷ്യൽ മീഡിയ ഉപയോഗം അതും നന്നായിട്ട് കട്ട് ചെയ്യുക. പ്രത്യേകിച്ച് കിടന്നിട്ടോ ലൈറ്റ് ഓഫ് ചെയ്തിട്ടോ ഫോൺ തൊടാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും.
ഓക്കെ. അപ്പോൾ പിന്നെ ജോലിക്ക് നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കന്നഡ വെക്കാം. കന്നഡ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരിലൊക്കെ കാണാം. നമ്മളെന്താ വെച്ചാൽ ഒരു കാലുമ്മ ചെരുപ്പിടുന്ന പോലെയാണ് കന്നഡ വെക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. കാലുമ്മ ചെരുപ്പിട്ടാൽ കാലിൻ്റെ ശക്തി കൂടുതലേ കുറയില്ല. നടക്കുമ്പോൾ കല്ലും മുള്ളും തട്ടാണ്ട് നമുക്ക് സുഖമായിട്ട് നടക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെരുപ്പിട്ട് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം നമുക്ക് നട്ടുച്ചക്ക് നടുറോട്ട് കൂടെ ചെരുപ്പില്ലാണ്ട് നടക്കാൻ കഴിയില്ല, നമ്മുടെ കാല് കൊള്ളും. എന്നാൽ ആദിവാസികൾ ചെരുപ്പൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് എല്ലാ കല്ലും മുള്ളും ചവിട്ടി അവർ സുഖമായിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് അത് ശീലമായി, അഡാപ്റ്റേഷൻ പറയുന്നത്. നമ്മളൊന്നൊരു സാധനത്തോട് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ നമുക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ കന്നഡ നിങ്ങൾക്ക് ദൂരക്കാഴ്ചക്ക് അനിവാര്യമാണ്. അപ്പോൾ അതില്ലെങ്കിൽ അതിൻ്റെ കുറവുണ്ടാവും. ഓക്കെ. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ നിങ്ങൾ കഴിയുന്നത് ഫുട്ബോൾ കളിക്കാൻ പോകണം എന്ന് തന്നെയാണ് പറയുക. കാരണം ഇൻഡോർ വർക്ക് കുറക്കുകയും ഔട്ട്ഡോർ വർക്ക് കൂട്ടുകയും ചെയ്യുന്നതാണ് ഈ ഒരു മയോപ്പിയ പ്രോഗ്രഷൻ തടയാനും അല്ലെങ്കിൽ ഉള്ള കാഴ്ച നിലനിർത്താനും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് കളികൾ തുടർന്ന് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയ്യേക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.